സഖാവേ, നമ്മൾ പത്രപ്രവർത്തകർ പണ്ടേ പോലെ നിഷ്പക്ഷരായി നിൽക്കേണ്ട വല്ല ആവശ്യവും ഉണ്ടോ സഖാവേ? ഇല്ലല്ലോ. കാരണം നമ്മൾ ഒരു പക്ഷക്കാരാണ്. നമ്മുടെ പക്ഷം ആളുകളോട് കൃത്യമായി പറയുന്നതല്ലേ ഇന്നത്തെ കാലത്ത് ശരി അല്ലേ? അങ്ങനെ അതല്ലേ അതിൻ്റെ ഒരു ശരി. കാരണം നമ്മുടെ ഈ KUWJ നമ്മളൊരു ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, കഴിഞ്ഞ ദിവസം ജൂൺ 25 അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷമാണ്. അതുകൊണ്ട് 50-ാം വർഷമായതുകൊണ്ട് അടിയന്തരാവസ്ഥയുടെ വാർഷികാചരണവുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയൊക്കെ ആയിരിക്കുമെന്ന് അല്ല സഖാവേ, അങ്ങനത്തെ ഒരു ചർച്ചയും നമ്മൾ അല്ലേ, അങ്ങനത്തെ ഒരു ചർച്ചയും നമ്മൾ നടത്താൻ പോകുന്നില്ല സഖാവേ. പിന്നെ എന്തെന്നല്ലേ, പിന്നെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അങ്ങക്കെല്ലാം നന്ദി ഉണ്ടാവണം കേട്ടോ അതിൻ്റെ. കാരണം നമ്മൾ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു നന്ദി ഉണ്ടാവണം അല്ലേ സഖാവേ? ഇവർക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു നന്ദി ഉണ്ടാവണ്ടേ? നമ്മൾ നടത്താൻ പോകുന്ന ചർച്ച എന്ന് പറയുന്നത് അതിപ്പോൾ ഭാരതാംബയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യാൻ പോകണം. അതുകൊണ്ട് സഖാവേ, ഇനിയിപ്പോൾ നാളെ ഇത് കാരണം നമ്മളൊരു ഒരു ക്ലബ്ബ് പോലെ എല്ലാ മാസവും ചർച്ചയൊന്നും നടത്തുന്ന ഒരു സംഘടനയല്ല KUWJ. അതുകൊണ്ട് എല്ലാ മാസവും ഇങ്ങനെ ചർച്ചയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നാളെ ഇനിയിപ്പോൾ വന്നിട്ട് ഇന്ന വിഷയത്തിൽ അടിയന്തരാവസ്ഥ വിഷയത്തിൽ ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ ചർച്ച ചെയ്യണം എന്നൊന്നും ആരും പറയാനൊന്നും വരണ്ട. നമ്മളിപ്പോൾ ആദ്യം തന്നെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സഖാവേ, നമ്മുടെ ഭരണഘടനയോ ഭാരതാംബയോ എന്നതാണ് ആദ്യത്തെ വിഷയം. പക്ഷേ സഖാവേ, പിന്നീട് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിയുള്ള ആളുകൾ പറഞ്ഞു, അങ്ങനത്തെ ഒരു വിഷയമല്ല ചർച്ച ചെയ്യേണ്ടത്, നിങ്ങൾ വേണമെങ്കിൽ അത് ഭാരതാംബയും ഭരണഘടനയും എന്നാക്കിക്കോ. അതുകൊണ്ട് നമ്മൾ സഖാവേ അത് ഭാരതാംബയും ഭരണഘടനയും എന്ന ഒരു വിഷയത്തിലേക്ക് ആ സംഭവത്തെ, കാരണം നമ്മൾ ഒരു പക്ഷമൊന്നുമില്ല എന്ന് ചില സമയത്ത് കാണിക്കേണ്ടതുകൊണ്ട് അങ്ങനെ ഒരു മാജിക് പോലെ ഒരു സംഭവം കാണിച്ചിട്ടുണ്ട്. ഈ വിഷയമാണ് ഇനിയിപ്പോൾ നമ്മളതവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു വിഷയം ഇനി ചർച്ച ചെയ്യും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഒരു കാര്യം വീണ്ടും നമ്മൾ പറഞ്ഞേക്കാം, നിങ്ങൾ ഇനിയിപ്പോൾ ഇങ്ങനെ പക്ഷമൊന്നുമില്ല എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമെങ്കിലും വീണ്ടും ആദ്യം പറഞ്ഞു തന്നെയാണ് ഇന്ന വിഷയം ചർച്ച ചെയ്യണം, ഇന്ന വിഷയം ചർച്ച ചെയ്യണം എന്നും പറഞ്ഞിട്ട് വീണ്ടും ഇനി ആരും വരണ്ട. കാരണം ഞങ്ങൾ പത്രപ്രവർത്തകർ പണ്ടേ പോലെ നിഷ്പക്ഷരല്ല.